ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു പ്രയോഗമാണ് മെയ്ക്ക് എ മെസ്. മെയ്ക്ക് എ മെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമാക്കുക, അലങ്കോലമാക്കുക, ആകെ താറുമാറാക്കുക, കുഴഞ്ഞുമറിഞ്ഞ രൂപത്തിലാക്കുക, ഡിസോർഡർ ആക്കുക, ഇങ്ങനെ ഉള്ളൊരു മീനിങ് ആണ് മെയ്ക്ക് എ മെസ്. നാശമാക്കുക തുടങ്ങിയ മീനിങ്ങുകളാണ് മെയ്ക്ക് എ മെസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സോ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പോയി നോക്കാം. ഹൂ മെയ്ഡ് ദിസ് മെസ്? ആരാണിതെല്ലാം അലങ്കോലമാക്കിയത്? ഹൂ മെയ്ഡ് ദിസ് മെസ്. മെയ്ഡ് എന്നാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്, അഥവാ പാസ്റ്റാണ്, അലങ്കോലമാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആരാണിതെല്ലാം അലങ്കോലമാക്കിയത്? ഹൂ മെയ്ഡ് ദിസ് മെസ്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, അഥവാ നമ്മുടെ ടേബിളിൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് വൃത്തിയാക്കി വെച്ച് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ടേബിളിൽ നമ്മൾ അടുക്കി വെച്ചതെല്ലാം പോയിട്ടുണ്ട്. പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കുന്നു, പേനയ്ക്ക് നിലത്ത് കിടക്കുന്നു, ആകെ മൊത്തം അലങ്കോലമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആരാണ് ചെയ്തത് നമുക്കറിയില്ല. ഹൂ മെയ്ഡ് ദിസ് മെസ്? ആരാണിതെല്ലാം ഈ കോലത്തിലാക്കിയത്? ആരാണിതെല്ലാം അലങ്കോലമാക്കിയത്? ഹൂ മെയ്ഡ് ദിസ് മെസ്? വെൻ ഐ എൻറ്റേർഡ് ദ റൂം ഇറ്റ് വാസ് എ മെസ്. ഞാൻ റൂമിലേക്ക് കയറിയപ്പോൾ ഇറ്റ് വാസ് എ മെസ്. അവിടെ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ആ റൂം തന്നെ ആകെ ഡിസോർഡർ ആയിരുന്നു, ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുകയായിരുന്നു. പൊതുവെ ആൺകുട്ടികളുടെ റൂമൊക്കെ അങ്ങനെയായിരിക്കും, പുതപ്പുകൾ മടക്കി വെക്കില്ല, ഒന്നും അതാതിൻ്റെ സ്ഥലത്തുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം എങ്ങനെ? വെൻ ഐ എൻറ്റേർഡ് ദ റൂം, ഞാൻ റൂമിൽ കയറിയപ്പോൾ ഇറ്റ് വാസ് എ മെസ്. ആകെ അലങ്കോലമായി കിടക്കുന്ന റൂമായിരുന്നു അത്. ഓക്കെ, ഐ നോ മൈ റൂം ഈസ് എ മെസ് റൈറ്റ് നൗ, നെവർ മൈൻഡ്. അപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലക്ക് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മുടെ റൂമൊക്കെ ആകെ നമ്മളൊന്നും അടുക്കി വെച്ചിട്ടുണ്ടാവില്ല, ആകെ താറുമാറായി കിടക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഐ നോ മൈ റൂം ഈസ് എ മെസ് റൈറ്റ് നൗ. എനിക്കറിയാം റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്, നെവർ മൈൻഡ്, ഇപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ സഡൻലി ഓൾ ഓഫ് ഇറ്റ് ബിക്കേം എ മെസ്. പെട്ടെന്ന് ഓൾ ഓഫ് ഇറ്റ് ബിക്കെയിം എ മെസ്. അതെല്ലാം കൂടെ ആകെപ്പാടെ താറുമാറായി, അലങ്കോലമായി. ഓക്കെ, ഏതൊരു സന്ദർഭത്തിൽ വളരെ ഓക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും, പെട്ടെന്ന് എന്തോന്ന് സംഭവിച്ചു, അതോടുകൂടെ സംഗതികൾ മുഴുവൻ കുഴഞ്ഞു മറിഞ്ഞ് ആകെ നാശമായി. ഓക്കെ, ഡോണ്ട് മെസ് തിങ്സ് അപ്പ്, യു ഷുഡ് ബി കെയർഫുൾ. ഡോണ്ട് മെസ് തിങ്സ് അപ്പ്. നീ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴക്കരുത്, അല്ലെങ്കിൽ എല്ലാം കൂടെ നശിപ്പിക്കരുത്. യു ഷുഡ് ബി കെയർഫുൾ. നീ വളരെ സൂക്ഷിച്ച് വേണം ഡീൽ ചെയ്യാൻ. ഓക്കെ, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ ഒരു കാര്യം രണ്ടാളുകളോ മൂന്നാളുകളോ തമ്മിലുള്ളൊരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞയക്കുകയാണ്. ആ കാര്യം ആകെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്, സങ്കീർണമായ കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം അത് ഡീൽ ചെയ്യാൻ. അതെല്ലാം കൂടി കയറിയിട്ട് എല്ലാം കൂടി കാര്യങ്ങളൊക്കെ പാടെ കൂട്ടിക്കുഴച്ച് അതങ്ങോട്ട് എന്താ പറയുക, തീരുമാനമാക്കി കയ്യിൽ കൊടുക്കരുത്, അത് നശിപ്പിക്കരുത്. അവിടെ പോയിട്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അതൊരിക്കലും തന്നെ കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് ആകപ്പാടെ നാശമാക്കരുത്. അതാണ് നമ്മൾ പറയുന്നത്, ഡോണ്ട് മെസ് തിങ്സ് അപ്പ്. ഓക്കെ, കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് ആകെ നാശമാക്കരുത്. യു ഷുഡ് ബി കെയർഫുൾ. നീ വളരെയധികം സൂക്ഷിക്കണം. വൈ ആർ യു മേക്കിംഗ് ദിസ് എ മെസ് ബ്രോ? നീ എന്തിനാണ് ഇതെല്ലാം കൂടെ ഇങ്ങനെ നാശമാക്കുന്നത് സുഹൃത്തെ, സഹോദര? വൈ ആർ യു മേക്കിംഗ് ദിസ് എ മെസ്? വൈ ആർ യു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പറയുന്നത്. വൈ ആർ യു മേക്കിംഗ് ദിസ് എ മെസ്? നീ എന്താണ് ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത്? ഓക്കെ, കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോവുന്ന ഒരാൾ വന്നിട്ട് ആകെപ്പാടെ സംസാരിച്ച് വഷളാക്കി ആകെ സിറ്റുവേഷൻ മോശമാക്കുക. അപ്പോൾ നമുക്ക് അയാളോട് ചോദിക്കാം, വൈ ആർ യു മേക്കിംഗ് ദിസ് എ മെസ് ബ്രോ? നീ എന്തിനാണ് ഇതെല്ലാം കൂടി കോലത്തിൽ നശിപ്പിക്കുന്നത്? വൈ ഈസ് യുവർ ഹെയർ മെസ്സി? എന്താണ് നിൻ്റെ മുടി ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്, അല്ലെങ്കിൽ പാറി പറന്ന് ചീകി ഒതുക്കാതെ അങ്ങനെ ഇട്ടേച്ച് പോയതാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, വൈ ഈസ് യുവർ ഹെയർ മെസ്സി? എന്തുകൊണ്ടാണ് നിൻ്റെ മുടി ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്? നോ വൺ വിൽ മെസ് വിത്ത് യു. നോ വൺ വിൽ മെസ് വിത്ത് യു. ആരും തന്നെ നിന്നോട് മോശമായിട്ട് പെരുമാറില്ല, ആരും തന്നെ നിന്നോട് ഇടയാൻ വരില്ല, നിന്നോട് കുഴപ്പമുണ്ടാക്കാൻ വരില്ല. ഓക്കെ, നീ ധൈര്യമായിട്ട് പോയിക്കോ, ആരും തന്നെ നിന്നൊന്നും ചെയ്യില്ല, നിന്നെ ആരും ഒന്നും പറയില്ല, മോശമായി പെരുമാറൂല, ആരും നിന്നോട് മുട കാണിക്കാൻ വരില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്, നോ വൺ വിൽ മെസ് വിത്ത് യു. ഐ എം സോറി മൈ മൈൻഡ് വാസ് എ മെസ് ദാറ്റ് ടൈം. എന്നോട് ക്ഷമിക്കണം, എൻ്റെ മനസ്സ് ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ. ഓക്കെ,
മൈ മൈൻഡ് വാസ് എ മെസ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാനാകെ പല കാര്യങ്ങളെല്ലാം കൂടെ എൻ്റെ തലയിൽ കിടന്ന് വട്ടം കറങ്ങിയത്. എനിക്ക് കാര്യമായിട്ട് ഒരു എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു എന്നൊക്കെ നമുക്കതിനർത്ഥം വെക്കാം. ഓക്കെ, മൈ മൈൻഡ് വാസ് എ മെസ് ദാറ്റ് ടൈം. സോ വാട്ട് ഈസ് യുവർ റോൾ ഇൻ ദിസ് മെസ്? സോ അപ്പോൾ നിൻ്റെ റോൾ എന്താണ്? ഈ ആകപ്പാടെ ഇവിടെ നാശകൂശമാക്കിയിട്ടുള്ള ഈ അവസ്ഥയിൽ നിൻ്റെ റോൾ എന്താണ്? നമുക്ക് ചിലപ്പോൾ ആകെ ഒരു സിറ്റുവേഷൻ കണ്ടു, ഒരുപാട് ആളുകൾ എല്ലാം കൂടെ ആ സിറ്റുവേഷൻ ആകെ കുളമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലൊരാളെ ചൂണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം, അയാളോട് ചോദിക്കാം, എന്താണിപ്പോൾ ഈ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിൻ്റെ റോൾ എന്താണ്? വാട്ട് ഈസ് യുവർ റോൾ ഇൻ ദിസ് മെസ്? ഡോണ്ട് മെസ് വിത്ത് മീ. എന്നോട് കളിക്കാൻ നിൽക്കരുത്, എന്നോട് മോശമായിട്ട് പെരുമാറരുത്, എന്നോട് മുട കാണിക്കാൻ വരരുത് എന്നൊക്കെ നമുക്ക് പറയാം. ഡോണ്ട് മെസ് വിത്ത് മീ. ഓക്കെ, എന്നോട് കളിക്കാൻ നിൽക്കരുത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഡോണ്ട് മെസ് വിത്ത് മീ എന്നുള്ള പ്രയോഗം ഉപയോഗപ്പെടുത്താം. സോ മേക്ക് എ മെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. കുഴപ്പത്തിലാക്കുക, മോശമാക്കുക, നശിപ്പിക്കുക, അലങ്കോലമാക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്താം. ഏതാനും ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.